മനസ്സ് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം. അധ്യായം 1. ഉള്ളിലെ ഒച്ച. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദകോലാഹലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് തിരക്കേറിയ നഗരങ്ങളിലോ ആൾക്കൂട്ടത്തിനിടയിലോ യുദ്ധക്കളങ്ങളിലോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബഹളം നടക്കുന്നത് നിങ്ങളുടെ 2 ചെവികൾക്കുമിടയിലാണ്, നിങ്ങളുടെ സ്വന്തം മനസ്സിനുള്ളിൽ. ഒന്നാലോചിച്ചു നോക്കൂ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ നിമിഷം മുതൽ രാത്രി തളർന്നുറങ്ങുന്ന ആ നിമിഷം വരെ നിങ്ങളോട് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങൾക്കുള്ളിലുണ്ട്. നിങ്ങൾ പല്ലുതേക്കുമ്പോൾ അത് നാളത്തെ ജോലികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ചായ കുടിക്കുമ്പോൾ അത് ഇന്നലെ നടന്ന വഴക്കിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നു. നിങ്ങളൊന്ന് വെറുതെയിരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭാവിയിലെ ഏതോ വലിയ ദുരന്തത്തെ ഓർത്ത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മുടെ ശത്രുക്കൾ പുറത്താണ് എന്നാണ്. നമ്മളെ ദ്രോഹിച്ച സുഹൃത്ത്, നമ്മളെ മനസ്സിലാക്കാത്ത പങ്കാളി, അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറുന്ന മേലധികാരി, ഇവരൊക്കെയാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ബുദ്ധൻ ഇതിനെ മറ്റൊരു തലത്തിലാണ് കണ്ടത്. പുറത്തുനിന്നുള്ള ആർക്കും നിങ്ങളെ അത്രമേൽ വേദനിപ്പിക്കാൻ കഴിയില്ല, സ്വന്തം മനസ്സ് നിങ്ങളെ വേദനിപ്പിക്കുന്നതുപോലെ. ശരിക്കും ആരാണീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളാണോ അത്? അതോ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന മറ്റാരെങ്കിലുമാണോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോൾ ഈ വരികൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഇതിൽ പൂർണ്ണമായി ലയിച്ചിട്ടില്ലായിരിക്കാം. ഇതുകൊണ്ട് എന്തു പ്രയോജനം? ഇത് എത്ര നേരം നീണ്ടുനിൽക്കും? എനിക്ക് വിശക്കുന്നു, എനിക്ക് ബോറടിക്കുന്നു എന്നിങ്ങനെ ആയിരക്കണക്കിന് ചിന്തകൾ മിന്നൽ പിണർ പോലെ വന്നുപോകുന്നുണ്ടാകും. ബുദ്ധൻ ഈ അവസ്ഥയെ വിശേഷിപ്പിച്ചത് കപിചിത്തം, മങ്കി മൈൻഡ് എന്നാണ്. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഒരിടത്തും ഉറച്ചുനിൽക്കാതെ ചാടിക്കളിക്കുന്ന, ഒരിക്കലും അടങ്ങിയിരിക്കാത്ത, മദ്യപിച്ച ഒരു കുരങ്ങനെപ്പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. പക്ഷേ ഇവിടെയാണ് പ്രശ്നത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുരങ്ങൻ വെറുതെ ചാടിക്കളിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അത് നിങ്ങളോട് നിരന്തരം ചില കാര്യങ്ങൾ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മന്ത്രണങ്ങൾ വെറും ശബ്ദങ്ങളല്ല, അത് നിങ്ങളുടെ വിധിയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നീ സുന്ദരനല്ല എന്ന് അത് പറയുമ്പോൾ നിങ്ങൾ തലതാഴ്ത്തുന്നു. ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുമ്പോൾ നിന്നെക്കൊണ്ടതിന് കഴിയില്ല എന്ന് അത് പറയുമ്പോൾ നിങ്ങൾ പിന്മാറുന്നു. അത് പറയുന്ന ഓരോ വാക്കും, ഓരോ വിമർശനവും, ഓരോ വിധിയെഴുത്തും സത്യമാണെന്ന് നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങൾ അനുഭവിച്ച 90% ഉത്കണ്ഠകളും സത്യത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടില്ലേ? നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുത്തിയും കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് കുറ്റപ്പെടുത്തിയും ഈ മനസ്സ് നിങ്ങളെ വർത്തമാനകാലത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഒട്ടും വായടക്കാത്ത ഒരു റൂംമേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? തീർച്ചയായും അയാളെ പുറത്താക്കും. പക്ഷേ ഈ റൂംമേറ്റ് താമസിക്കുന്നത് നിങ്ങളുടെ തലയ്ക്കുള്ളിലാണ്. അതുകൊണ്ടുതന്നെ എവിടെ ഓടിപ്പോയാലും അയാൾ കൂടെയുണ്ടാകും. എന്നാൽ ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ മനസ്സ് വളരെ തന്ത്രപൂർവ്വം ഒരു വലിയ കള്ളം ഒളിപ്പിച്ചുവച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിയാതെയാണെങ്കിലും വിശ്വസിച്ച് ആചരിക്കുന്ന ഒരു വലിയ കള്ളം. ആ കള്ളമാണ് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാനം. ബുദ്ധൻ ബോധിവൃക്ഷച്ചുവട്ടിൽ വെച്ച് തിരിച്ചറിഞ്ഞ ആ പരമമായ സത്യം മനസ്സിന്റെ ഈ കള്ളത്തെ പൊളിച്ചെഴുതുന്നതായിരുന്നു. എന്താണ് ആ കള്ളം? അത് നമ്മളെ എങ്ങനെയാണ് ചതിക്കുന്നത്? അധ്യായം 2. ഏറ്റവും വലിയ മിഥ്യ. മനസ്സ് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി നിയന്ത്രിക്കുന്ന ഒന്നാണ്. ആ കള്ളം ഇതാണ്: സന്തോഷം എന്നത് ഇവിടെയല്ല, അവിടെയാണ്. ഇപ്പോഴല്ല, പിന്നീടാണ്. ഇതൊരു ചെറിയ വാചകമല്ല, ഇതൊരു കെണിയാണ്. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ഓടുന്നത് ഈയൊരു വാചകത്തിന്റെ പുറത്താണ്. ഇതിനെയാണ് ആധുനിക മനഃശാസ്ത്രത്തിൽ ദ ഹൊറൈസൺ എഫക്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അതായത് ചക്രവാളം പോലെ അടുക്കും തോറും അകന്നുകൊണ്ടിരിക്കുന്ന സന്തോഷം. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മനസ്സ് എന്താണ് പറഞ്ഞിരുന്നത്? ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ, 10ാം ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ സമാധാനമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു, സമാധാനം കിട്ടിയോ? ഇല്ല. അപ്പോൾ മനസ്സ് അടുത്ത ലക്ഷ്യം തന്നു. ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അതോടെ ലൈഫ് സെറ്റായി. അതും കഴിഞ്ഞു. പിന്നെ അത് പറഞ്ഞു, ഒരു ജോലി കിട്ടാതെ എന്ത് സന്തോഷം? സ്വന്തമായി വരുമാനം ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷം കിട്ടൂ. ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം കിട്ടി, കുറച്ചു ദിവസത്തേക്ക് ഒരു ആശ്വാസം തോന്നി. പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി. ഇനിയൊരു വിവാഹം കഴിക്കണം, എങ്കിലേ ജീവിതം പൂർണ്ണമാകൂ. വിവാഹം കഴിഞ്ഞു, കുട്ടികളായി, വീടായി, കാറായി. സമൂഹത്തിന്റെ കണ്ണിൽ നിങ്ങൾ വിജയിച്ചവനായിരിക്കാം. പക്ഷേ നെഞ്ചിൽ കൈവച്ച് സ്വയം ചോദിക്കൂ, ആ പറഞ്ഞ സമാധാനം, ആ പറഞ്ഞ ശാശ്വതമായ സന്തോഷം ഇപ്പോൾ നിങ്ങളുടെ കൈപ്പിടിയിലുണ്ടോ? മിക്കവാറും ഉത്തരം ഇല്ല എന്നായിരിക്കും. കാരണം മനസ്സ് ഇപ്പോൾ പുതിയൊരു ലക്ഷ്യം വെച്ചു തന്നിട്ടുണ്ടാകും. കുട്ടികളുടെ പഠനം കഴിയട്ടെ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആകട്ടെ, അതുമല്ലെങ്കിൽ ഈ ലോണൊന്ന് തീരട്ടെ. ഇങ്ങനെ മരണം വരെ അവിടെ എത്തിയാൽ സന്തോഷിക്കാം എന്ന് പറഞ്ഞ് മനസ്സ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധൻ ഇതിനെ വിളിച്ചത് തൃഷ്ണ,
ക്രേവിംഗ് എന്നാണ്. ഇല്ലാത്ത ഒന്നിനെ തേടിയുള്ള ഒരിക്കലും അവസാനിക്കാത്ത ദാഹം. മനസ്സ് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ അപൂർണരാണ് എന്നാണ്. എനിക്ക് പുറത്തുള്ള എന്തോ ഒന്ന്, അതൊരു വ്യക്തിയാകാം, പണമാകാം, പദവിയാകാം, അത് ലഭിച്ചാൽ മാത്രമേ ഞാൻ പൂർണ്ണനാകൂ എന്ന തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു കസ്തൂരിമാനിന്റെ കഥ പോലെയാണ്. സ്വന്തം പൊക്കിളിലിരിക്കുന്ന കസ്തൂരിയുടെ സുഗന്ധം എവിടെ നിന്നോ വരുന്നുവെന്ന് കരുതി കാട് മുഴുവൻ ഓടിനടന്ന് ഒടുവിൽ തളർന്നു വീണു മരിക്കുന്ന കസ്തൂരിമാൻ. സുഗന്ധം അതിനുള്ളിൽ തന്നെയായിരുന്നു, പക്ഷേ അത് തെരഞ്ഞത് പുറത്താണ് എന്നു മാത്രം. ഇതാണ് മായ, ഇതാണ് മിഥ്യ. നമ്മളൊരു കാറ് വാങ്ങുന്നത് ആ കാറിനു വേണ്ടിയല്ല, ആ കാറ് വാങ്ങിയാൽ കിട്ടുമെന്ന് നമ്മൾ കരുതുന്ന വികാരത്തിനു വേണ്ടിയാണ്. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയല്ല, ആ വ്യക്തി നമ്മളിൽ ഉണ്ടാക്കുന്ന സന്തോഷത്തിനു വേണ്ടിയാണ്. പക്ഷേ പുറത്തുനിന്നുള്ള എന്തിനുമൊരു സ്വഭാവമുണ്ട്, അത് മാറിക്കൊണ്ടിരിക്കും. പുതിയ കാർ പഴയതാകും, പ്രണയത്തിന്റെ ആഴം കുറഞ്ഞേക്കാം, പണം വരാം പോകാം. മാറുന്ന ഒന്നിനെ ആശ്രയിച്ച് മാറാത്ത സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. ബുദ്ധൻ നമ്മളോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ നിമിഷം സന്തോഷിക്കാൻ കഴിയാത്തത്? മനസ്സ് ഉടനെ ഉത്തരം പറയും, ഇല്ല, എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ കുറവുണ്ട്. ശ്രദ്ധിക്കുക, പ്രശ്നങ്ങൾ ഇല്ലാതാകുമ്പോഴല്ല സന്തോഷമുണ്ടാകുന്നത്. പ്രശ്നങ്ങൾക്കിടയിലും മനസ്സിന്റെ ഈ കള്ളം തിരിച്ചറിയുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. സന്തോഷം എന്നത് ഭാവിയിൽ കാത്തിരിക്കുന്ന ഒരു സമ്മാനമല്ല, അതൊരു യാത്രയുമല്ല, അതൊരു ലക്ഷ്യസ്ഥാനവുമല്ല. പിന്നെ എന്താണ് യഥാർത്ഥ സന്തോഷം? ഈ കള്ളങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? നമുക്കത് മനസ്സിലാക്കാൻ ദുഃഖത്തിന്റെ വേരുകൾ എവിടെയാണെന്ന് നോക്കേണ്ടതുണ്ട്. അധ്യായം 3. ദുഃഖത്തിന്റെ വേരുകൾ, ദ റൂട്ട് ഓഫ് സഫറിംഗ്. അസ്ഥിരതയെ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. നമ്മൾ കണ്ടു, സന്തോഷമെന്നത് അവിടെയാണ് എന്ന് മനസ്സ് പറയുന്നു. എന്നാൽ അവിടെ എത്തിയാലും സന്തോഷം കിട്ടാത്തതെന്തുകൊണ്ടാണ്? ഇവിടെയാണ് ബുദ്ധൻ ദുരിതത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ദുഃഖത്തിന്റെ വേര് ഒരൊറ്റ വാക്കിലാണ്: അനിത്യം, ഇംപെർമനൻസ്. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന സകലതും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം പോലും ഒന്നും പഴയതുപോലെയിരിക്കുന്നില്ല. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, സമ്പത്ത്, കാലാവസ്ഥ എല്ലാം നിരന്തരം മാറ്റത്തിനു വിധേയമാണ്. എന്നാൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന ഏറ്റവും വിനാശകരമായ കള്ളമിതാണ്: മാറ്റം ആവശ്യമില്ല. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്റെ യൗവനം നിലനിൽക്കണം, എന്റെ പ്രണയം ഇന്നത്തെപ്പോലെ എപ്പോഴും തീവ്രമായിരിക്കണം, എന്റെ ഈ സമ്പത്ത് കുറഞ്ഞു പോകരുത്, എനിക്കിഷ്ടപ്പെട്ട വ്യക്തി എന്നെ വിട്ടുപോകരുത്. മാറ്റത്തിന്റെ നിയമമാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. ആ മാറിക്കൊണ്ടിരിക്കുന്ന നിയമത്തിൽ കാര്യങ്ങൾ മാറരുത് എന്ന് നമ്മൾ ശഠിക്കുമ്പോൾ അവിടെ ദുരിതം ജനിക്കുന്നു. നിങ്ങൾ ഒഴുകുന്ന പുഴയിലെ വെള്ളം ഒരു കൈക്കുമ്പിളിൽ ഒതുക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത്. നിങ്ങൾ എത്ര മുറുക്കിപ്പിടിക്കുന്നുവോ അത്ര വേഗത്തിൽ അത് വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ഒന്നിനെ മുറുകെ പിടിക്കുമ്പോൾ അത് മാറുമ്പോൾ നമ്മൾ കരയുന്നു. നമ്മൾ വെറുക്കുന്ന ഒന്നിനെ തള്ളിമാറ്റുമ്പോൾ അത് നമ്മെ പിന്തുടരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു. ഈ മുറുകെ പിടിക്കലും തള്ളിമാറ്റലുമാണ്, അല്ലെങ്കിൽ ആഗ്രഹവും വിദ്വേഷവുമാണ് ദുഃഖത്തിന്റെ ഇന്ധനം. ഇവിടെ മനസ്സ് മറ്റൊരു തരം കള്ളം പറയുന്നു: ഈ അവസ്ഥ എന്നേക്കുമായിരിക്കും. സന്തോഷിച്ചിരിക്കുമ്പോൾ ഈ സന്തോഷം എന്നും ഉണ്ടാകണം എന്ന് അത് ആവശ്യപ്പെടുന്നു. ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ വേദന എന്നെങ്കിലും മാറുമോ എന്ന് അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. എന്നാൽ ബുദ്ധന്റെ ദർശനം വളരെ വ്യക്തമാണ്. വേദനയും സന്തോഷവും വെറും വികാരങ്ങളാണ്. അവ രണ്ടും വരും, പോകും. ഒന്നും ശാശ്വതമല്ല. ദുഃഖം ഒരു മേഘം പോലെയാണ്. അത് ആകാശത്തിലൂടെ ഒഴുകി നീങ്ങും. പക്ഷെ മനസ്സ് നമ്മെക്കൊണ്ട് ആ മേഘത്തിന്റെ ഉള്ളിൽ താമസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു നാടകകൃത്താണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് അത് കുറ്റപ്പെടുത്തലുകളുള്ള ഒരു തിരക്കഥ എഴുതുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് അത് ഭീതിജനകമായ മറ്റൊരു തിരക്കഥ എഴുതുന്നു. ഈ രണ്ട് തിരക്കഥകളിലും ജീവിക്കാൻ മനസ്സ് നിങ്ങളെ നിർബന്ധിക്കുന്നു. അങ്ങനെ യാഥാർത്ഥ്യമായ ജീവിക്കാൻ സാധിക്കുന്ന ഒരേയൊരു സമയം മൈനസ് ഈ നിമിഷം, മൈനസ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഈ നാടകകൃത്തിനെ എങ്ങനെ നിശബ്ദനാക്കാം? ഈ കള്ളങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? ഇതിനാണ് ബുദ്ധൻ വിവേകം, വിസ്ഡം എന്ന ആയുധം നൽകിയത്. അധ്യായം 4. നിങ്ങൾ നിങ്ങളുടെ മനസ്സല്ല. യു ആർ നോട്ട് യുവർ മൈൻഡ്. മനസ്സ് നമ്മളോട് പറയുന്ന ഏറ്റവും അപകടകരമായ കള്ളം ഇതാണ്: ഞാനാണ് നീ. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, വികാരങ്ങൾ, വിധിതീർപ്പുകൾ ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സ് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ഞാനൊരു പരാജയമാണ് എന്ന് മനസ്സ് പറയുമ്പോൾ ഞാൻ എന്ന വ്യക്തി ആ പരാജയത്തെ ഏറ്റെടുക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ ദേഷ്യമായി മാറുന്നു. പക്ഷേ ബുദ്ധൻ ചോദിക്കുന്നു, നിങ്ങൾ ചിന്തകളാണെങ്കിൽ ആ ചിന്തകളെ നിരീക്ഷിക്കുന്നതാരാണ്? നിങ്ങളൊരു നദിക്കരയിലിരിക്കുന്നത് സങ്കൽപ്പിക്കുക. നദിയിലെ വെള്ളമാണ് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും. ചിലപ്പോൾ നദിയിൽ മാലിന്യം ഒഴുകിവരുന്നു, ചിലപ്പോൾ തെളിഞ്ഞ വെള്ളം. നിങ്ങൾ നദിയാണോ? അല്ല, നിങ്ങൾ ആ നദിയെ നോക്കി അതിന്റെ ഒഴുക്കിനെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണ്.
ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ സാക്ഷിഭാവത്തിൽ വിറ്റ്നസ് കോൺഷ്യസ്നസ് നിലയുറപ്പിക്കാനാണ്. നിങ്ങളുടെ മനസ്സിലേക്കൊരു ചിന്ത കടന്നുവരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തരുത്, അതിനെ പിന്തുടരരുത്, അതിനെക്കുറിച്ച് വിധി എഴുതുകയുമരുത്. വെറുതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്ത് ചിന്തയാണ് കടന്നുപോകുന്നത്? അത് പേടിയാണോ? അത് ആഗ്രഹമാണോ? അത് മുൻവിധിയാണോ? അതിനെ വെറുതെ നോക്കുക, ഒരു സിനിമയിലെ കഥാപാത്രത്തെ നോക്കുന്നതുപോലെ. നിങ്ങൾ ചിന്തകളോട് യുദ്ധം ചെയ്യാതിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. ചിന്തകൾക്ക് അവയുടെ ശക്തി നഷ്ടപ്പെടുന്നു. കാരണം ചിന്തകൾക്ക് നിലനിൽക്കാൻ നിങ്ങളുടെ ശ്രദ്ധയും ഊർജ്ജവും ആവശ്യമാണ്. പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു ഭാവത്തിൽ നിങ്ങളിരിക്കുമ്പോൾ ചിന്തകൾ ഒരു വായുകുമിള പോലെ ഉടൻ പൊട്ടിപ്പോകും. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെ ആകാശം. ചിന്തകൾ അതിലൂടെ കടന്നുപോകുന്ന മേഘങ്ങളാണ്. മേഘങ്ങൾ കറുത്തിരുണ്ടതായാലും നിങ്ങൾ ആകാശം തന്നെയാണ്. അവ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുന്നില്ല. ഈ തിരിച്ചറിവാണ് അനാത്മൻ, നോട്ട് സെൽഫ് എന്ന ബുദ്ധമത തത്വത്തിന്റെ അടിത്തറ. നിങ്ങൾ ഈ ശരീരമല്ല, ഈ മനസ്സല്ല, ഈ വികാരങ്ങളല്ല. നിങ്ങൾ ഇവയെല്ലാം അനുഭവിക്കുന്ന, ഇവയെല്ലാം മാറിപ്പോകുന്നത് കാണുന്ന ശാന്തമായ ഒരു സാന്നിധ്യമാണ്. ഈ സാക്ഷിഭാവം തിരിച്ചറിയുമ്പോൾ മനസ്സു പറയുന്ന ഏറ്റവും വലിയ കള്ളം പൊളിഞ്ഞു വീഴുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സല്ലെങ്കിൽ അതിന്റെ കള്ളങ്ങൾ നിങ്ങളുടേതാകുന്നില്ല. നിങ്ങൾ സ്വതന്ത്രനാണ്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മനസ്സിലെ കുരങ്ങൻ ചാടിക്കളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിനകത്തെ കുരങ്ങനല്ല, മരം മുഴുവൻ കാണുന്ന കാഴ്ചക്കാരനാണ്. ഈ സ്വാതന്ത്ര്യമാണ് ബുദ്ധൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം. മനസ്സ് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം. അവസാന ഭാഗം. അധ്യായം 5. ശൃംഖലകൾ പൊട്ടിച്ചെറിയുമ്പോൾ ബ്രേക്കിംഗ് ദ ചെയിൻ. തിരക്കിൽ നിന്നും ശാന്തതയിലേക്കുള്ള മാറ്റം. നമ്മൾ കണ്ടു, മനസ്സ് പറയുന്ന കള്ളങ്ങൾ 2 കാര്യങ്ങളിലാണ് വേരൂന്നിയിരിക്കുന്നത്. 1. സന്തോഷം അവിടെയാണ് എന്ന മിഥ്യാധാരണ. 2. എല്ലാം മാറാതെ നിലനിൽക്കണം എന്ന ശാഠ്യം. ഈ കള്ളങ്ങളിൽ നിന്ന് മോചനം നേടാൻ, ഈ ശൃംഖലകൾ പൊട്ടിച്ചെറിയാൻ ബുദ്ധൻ നൽകിയ ഉപകരണം സങ്കീർണമായ ഒന്നായിരുന്നില്ല. അത് വളരെ ലളിതമായിരുന്നു, പക്ഷേ ശക്തിയേറിയതായിരുന്നു. ശ്രദ്ധ, മൈൻഡ്ഫുൾനെസ്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ മലമുകളിൽ പോയി ധ്യാനിച്ചിരിക്കണം എന്നില്ല. ശ്രദ്ധ എന്നാൽ നിങ്ങൾ എവിടെയാണോ ആ നിമിഷത്തിൽ പൂർണ്ണമായി ഹാജരാവുക എന്നതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കൈകളും വായിലുമാണ് എത്തേണ്ടത്. അല്ലാതെ നാളത്തെ മീറ്റിംഗിലോ കഴിഞ്ഞ ദിവസത്തെ വഴക്കിലോ ആകരുത്. ഭക്ഷണത്തിന്റെ മണമറിയുക, രുചി അറിയുക, അത് ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലും ശ്രദ്ധിക്കുക. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നത് ശ്രദ്ധിക്കുക. ഓരോ ചുവടിലും ശ്രദ്ധ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ പൂർണ്ണമായി വർത്തമാനകാലത്തിൽ പ്രസന്റ് മൊമെന്റ് എത്തുന്നു. വർത്തമാനകാലത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ മനസ്സിന് കള്ളം പറയാൻ കഴിയില്ല. കാരണം മനസ്സിന് ജീവിക്കാൻ ഒന്നുകിൽ ഭൂതകാലത്തിലെ ഓർമ്മകളോ അല്ലെങ്കിൽ ഭാവികാലത്തിലെ ഭയങ്ങളോ വേണം. ഈ നിമിഷത്തിൽ നിങ്ങൾ പൂർണ്ണമായി ശ്വാസമെടുത്ത് ജീവിക്കുമ്പോൾ മനസ്സിന്റെ തട്ടിപ്പുകൾക്ക് ഇടമില്ലാതാകുന്നു. മനസ്സ് ഒരു നിമിഷം അസ്വസ്ഥമാവുകയാണെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കേണ്ട. അതിനോട് ദേഷ്യപ്പെടുകയോ ശാന്തമാകാൻ ആവശ്യപ്പെടുകയോ ചെയ്യേണ്ട. മുൻ അധ്യായത്തിൽ പറഞ്ഞതുപോലെ വെറും സാക്ഷിയായി നോക്കി നിൽക്കുക. നിങ്ങൾ വേദനയിലായിരിക്കുമ്പോൾ ഈ വേദന ഉടൻ മാറണം എന്ന് മനസ്സ് പറയും. എന്നാൽ ശ്രദ്ധയോടെ ആ വേദനയെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ വേദനയിൽ നിന്ന് അകലം പാലിക്കുന്നു. വേദനയെ അതിന്റെ വഴിക്ക് വിടുന്നു. ആ വേദനയുടെ ഭാരം പേറുന്നത് നിങ്ങളല്ല എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന നിമിഷം അവയ്ക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. മനസ്സ് എന്നത് ഒരു നല്ല വേലക്കാരനാണ്. കണക്കുകൂട്ടാനും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അതിനു കഴിയും. എന്നാൽ അത് ഒരു മോശം യജമാനനാണ്. അതിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനാക്കാൻ അനുവദിക്കരുത്. ദുഃഖത്തിന്റെ ശൃംഖലകൾ പൊട്ടിച്ചെറിയാൻ വലിയ ശക്തിയുടെ ആവശ്യമില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ മാഞ്ഞുപോകുന്നതുപോലെ നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിന്റെ കള്ളങ്ങൾ താനേ ഇല്ലാതാകുന്നു. ഉപസംഹാരം, ഉണർവ്, ദി അവേക്കനിങ്. അവസാനമായി ഈ യാത്രയുടെ പൊരുൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. മനസ്സ് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം സന്തോഷം പുറത്താണ്. എങ്ങോട്ടോ ഓടിയാൽ മാത്രമേ അത് ലഭിക്കൂ. ബുദ്ധൻ വെളിപ്പെടുത്തിയ പരമമായ സത്യം, നിങ്ങൾ അന്വേഷിക്കുന്ന സമാധാനം ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിങ്ങളിൽ തന്നെയുണ്ട്. പുറത്ത് തിരയുന്നതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷത്തിൽ നിന്ന് അകന്നുപോകുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം സന്തോഷമാണ്, സമാധാനമാണ്. അനാവശ്യമായ ചിന്തകളുടെയും ഉത്കണ്ഠകളുടെയും പൊടിപിടിച്ച കണ്ണാടി മാറ്റിവെച്ചാൽ ആ യഥാർത്ഥ സ്വഭാവം സ്വയം പ്രകാശിക്കും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുമ്പോൾ നീ തളർന്നുപോയി, നിനക്കത് നേടാൻ കഴിയില്ല, നീ ഒറ്റയ്ക്കാണ്, ഒന്ന് നിർത്തി പുഞ്ചിരിച്ചുകൊണ്ട് അതിനോട് പറയുക, ഞാൻ നിന്നെ കാണുന്നു, നീ വെറും ചിന്തകൾ മാത്രമാണ്, സത്യമല്ല. ഈ തിരിച്ചറിവാണ് ഉണർവ്, അവേക്കനിങ്. ഈ ഉണർവ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും, പക്ഷേ ആ ലക്ഷ്യങ്ങളിൽ കുരുങ്ങിക്കിടക്കാതെ. നിങ്ങൾക്ക് ആളുകളെ സ്നേഹിക്കാൻ കഴിയും, പക്ഷേ അവരെ മുറുകെ പിടിച്ച് ദുഃഖിക്കാതെ. ദുഃഖം എന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്.
നിങ്ങളുടെ മനസ്സ് പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കാതിരിക്കാനുള്ള തിരഞ്ഞെടുപ്പ്. വർത്തമാനകാലത്തിൽ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാനുള്ള തിരഞ്ഞെടുപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകട്ടെ. നമോ ബുദ്ധായ.